ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ 2ൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ ലോ ആൻഡ് മിഡ് ഫ്രീക്വൻസി അനാലിസിസ് വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ ഫോർ ആൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, ഇതിൻ്റെ സ്മോൾ സിഗ്നലും ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി അനാലിസിസ് യൂസിങ് ഹൈബ്രിഡ് പൈ മോഡലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. 8 മാർക്സിന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ വരയ്ക്കുക വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ. RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഡയഗ്രം ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് ഡ്രോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു BJT ഡ്രോ ചെയ്യുക. എന്നിട്ട് കളക്ടറിൽ റെസിസ്റ്റർ RC, അതുപോലെ എമിറ്റർ റെസിസ്റ്റർ RE, ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, ദാറ്റ് ഈസ് CE. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ്. വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് R1 R2 മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു VCC സപ്ലൈ കൊടുക്കുക. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് എമിറ്റർ ഗ്രൗണ്ട് ചെയ്യുക. നമ്മൾ ബേസിലേക്കാണ് ഇൻപുട്ട് കപ്പിൾ ചെയ്യുന്നത്. കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ യൂസോടുകൂടി ഇവിടെ ഒരു റെസിസ്റ്റർ RS, സോഴ്സ് റെസിസ്റ്റർ RS, ദെൻ ഇൻപുട്ട് VS. ഇതാണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഇനി ഇതിനകത്ത് നമ്മൾ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റർ ആണ്, അങ്ങനെ നമ്മൾ RL കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദിസ് ഈസ് V ഔട്ട്. ഫസ്റ്റ് കപ്ലിംഗ് കപ്പാസിറ്ററിനെ CC1 കൊണ്ട് ഡിനോട്ട് ചെയ്യും, സെക്കൻഡ് കപ്ലിംഗ് കപ്പാസിറ്ററിനെ CC2 കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് പൈ മോഡൽ വെച്ചിട്ടുള്ള സ്മോൾ സിഗ്നൽ അനാലിസിസ് ആണ് ഫോർ ലോ ആൻഡ് മിഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RC കപ്പിൾ ആംപ്ലിഫയർ ഡ്രോ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതിൻ്റെ AC, ഇതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. RC കപ്പിൾഡ് ആംപ്ലിഫയർ ഏത് സർക്യൂട്ടാണോ തരുന്നത് ആ സർക്യൂട്ട് ഡ്രോ ചെയ്യുക. അതിന് ശേഷം സ്റ്റെപ്പ് 2ൽ ഇതിൻ്റെ AC ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. AC ഇക്വലൻറ്റ് സർക്യൂട്ട് ഡ്രോ ചെയ്യണം. AC ഇക്വലൻറ്റ് സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം, അതൊന്ന് വാച്ച് ചെയ്യുക. AC ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിവൺ സർക്യൂട്ടിൽ നമ്മൾ DC എല്ലാം 0 ആക്കുക. അതാണ് AC ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. നോ DC ടേം. അപ്പം ഈ ഒരു സർക്യൂട്ടിനകത്ത് DC ടേംസ് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ VCC ഉണ്ട്. VCCന് നമ്മൾ VCC എന്ന് വെച്ച് കഴിഞ്ഞാൽ DC കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിനെ 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? VCCനെ ഗ്രൗണ്ട് ചെയ്യണം. AC അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് AC ഇക്വലൻറ്റ് സർക്യൂട്ടാണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ DC കമ്പോണൻസ് എല്ലാം 0 ആക്കണം. അപ്പോൾ ഒരു DC കമ്പോണൻ്റ് എന്ന് പറയുന്നത് VCC ആണ്. VCCയെ ഗ്രൗണ്ട് ചെയ്ത് പിന്നെ വരുന്നത് കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, സർക്യൂട്ടിൽ ഈ രണ്ട് മാറ്റങ്ങൾ വരുത്തണം. നമുക്കത് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VCC ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ചെയ്യണം. ഇതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ഇനി കപ്പാസിറ്റേഴ്സിനെല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. പിന്നുള്ളത് ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. പിന്നെ ഈ ഒരു കപ്പാസിറ്റർ, ഓക്കെ, അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ആയിരുന്നു, അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഔട്ട്പുട്ടിലെ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇതിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇനി ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ മുകളിലും AC ഗ്രൗണ്ട് ഉണ്ട്, താഴെയും ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ജനറലൈസ് ചെയ്ത് ഡ്രോ ചെയ്യുകയാണ്. അതുപോലെ ഈ R1 R2 എന്ന് പറയുന്നത് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ആണ്. ഇത് നമ്മളതിൻ്റെ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് പഠിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ R1 R2, അതായത് R1 പാരലൽ R2 എന്നാണ് ആ ഒരു ഇക്വലൻറ്റ് റെസിസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ബേസിലേക്ക് കണക്ട് ചെയ്തതുകൊണ്ട് RB എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ R1നെയും R2നെയും കൂടെ ചേർത്തിട്ട് അതിനെ RB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെയും ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് വരയ്ക്കുന്നത് ഇവിടെയും ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഇത്രയും
പ്രോസസ്സ് ചെയ്ത് VCC 0 ആക്കി, അതുപോലെ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു BJT അങ്ങ് ഡ്രോ ചെയ്യുക. ഓക്കെ, BJT ഡ്രോ ചെയ്തു. ഇനി അതിൻ്റെ കളക്ടർ, ദിസ് ഈസ് ബേസ്, ദിസ് ഈസ് എമിറ്റർ. കളക്ടറിൽ ബേസിൽ എന്തൊക്കെ കണക്റ്റഡ് ആണ്? ബേസിൽ R1 R2 കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ RB എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം RB ആണ്. RB എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? R1 R2 കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിലേക്കാണ്. അതുപോലെ ഇവിടെ ഇതിൻ്റെ കേസിൽ എമിറ്റർ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ബൈപ്പാസ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തായിരുന്നു. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്ത് വരുവാണെങ്കിൽ ഈ റെസിസ്റ്ററിന് എഫക്റ്റ് വരത്തില്ല. ഓക്കെ, കാരണം നമുക്ക് രണ്ട് പാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഈസിയസ്റ്റ് പാത്തിൽ കൂടെ പോകത്തുള്ളൂ. റെസിസ്റ്റൻസ് കുറവുള്ള പാത്തിൽ കൂടെ പോകത്തുള്ളൂ. ഇതിലേക്ക് കറണ്ട് വരുവാണെങ്കിൽ ഈ പാത്തേ അത് ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിന് എഫക്റ്റ് കാണില്ല. അപ്പോൾ നമുക്ക് എമിറ്ററിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം? അത് ഗ്രൗണ്ട് എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എമിറ്ററിൽ നിന്ന് താഴെ ഗ്രൗണ്ടിലേക്ക്. ഇനി ബേസിലേക്ക് വരുന്നത് R1 R2 ആണ്. അപ്പോൾ R1 R2 പാരലായിട്ടുള്ളതിന് നമ്മൾ RB റെപ്രസെൻറ്റ് ചെയ്ത് അത് ഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. ഓക്കെ, ഗ്രൗണ്ടിലേക്ക്. ദിസ് ഈസ് RB. ഇനി ഈ ടേം എന്താണ്? അവിടെ ഒരു RS ഉണ്ട്, സോഴ്സ് റെസിസ്റ്റർ RS. ഇനി വോൾട്ടേജ് സോഴ്സ് VS. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് VS. ഇനി ഇപ്പം നമ്മൾ ബേസിൽ എല്ലാം കണക്ട് ചെയ്ത്, അതുപോലെ എമിറ്ററിലേയും കണക്ട് ചെയ്തു. ഇനി എന്താ ഉള്ളത്? കളക്ടറിൽ എന്തുണ്ട്? ഒരു RC റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, കളക്ടറിൽ ഒരു RC റെസിസ്റ്റർ ഉണ്ട്. അത് എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കളക്ടറിൽ നിന്ന് എടുത്തിട്ട് ഒരു RC റെസിസ്റ്റർ എന്ത് ചെയ്യും? നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ദിസ് ഈസ് ദ ഗ്രൗണ്ട് പോയിന്റ്. ഇനി എന്തുണ്ട്? ഒരു RL ഉണ്ട്. അതും കളക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് ഗ്രൗണ്ട് ചെയ്യും. ദാറ്റ് ഈസ് RL. നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡ്രോ ചെയ്തു. സ്റ്റെപ്പ് 2 അതിൻ്റെ AC ഇക്വലന്റ് സർക്യൂട്ട്, ദിസ് ഈസ് ദ AC ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ AC ഇക്വലന്റ് സർക്യൂട്ട് ഡ്രോ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ ഇതൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ AC അനാലിസിസിൽ എന്തുണ്ട്? നമ്മുടെ ഒരു BJT ഉണ്ട്. അപ്പം BJTനെ ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് പൈ മോഡലാണ്. ഓൾറെഡി RE മോഡലും ട്രാൻസിസ്റ്ററിൻ്റെ ഹൈബ്രിഡ് പൈ മോഡലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യും. ഹൈബ്രിഡ് പൈ മോഡൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ ഏതൊക്കെയാണ്? ഫോർ ലോ ആൻഡ് മിഡ് ഫ്രീക്വൻസി അനാലിസിസ്. ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് ഹൈബ്രിഡ് പൈ മോഡൽ ഡിഫറെൻ്റ് ഉണ്ട്. ഹൈ ഫ്രീക്വൻസി വേണ്ടിയിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡൽ ഉണ്ട്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലോ ആൻഡ് മിഡ് ഫ്രീക്വൻസി ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡൽ ഡ്രോ ചെയ്യണം. അപ്പോൾ ആ ഹൈബ്രിഡ് പൈ മോഡലിലൂടെ വരയ്ക്കുകയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ പ്രീവിയസ് വീഡിയോസിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം. ഹൈബ്രിഡ് പൈ മോഡൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇൻപുട്ടിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്. അതിന് നമ്മൾ R5 കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതുപോലെ ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ട്. അത് GMV5 ആണ്. ഓക്കെ, ഇവിടെ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റർ ഉണ്ട്, RO എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഉണ്ട്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് V5 ആണ്. ഇൻപുട്ട് വോൾട്ടേജ് V5. ഇത് ഗ്രൗണ്ട് ചെയ്യും. 3 ടെർമിനൽസാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ബേസ്, കളക്ടർ, അതുപോലെ എമിറ്റർ ഗ്രൗണ്ട് ചെയ്യും. ഇതാണ് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻ്റ് ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ സ്മോൾ ആൻഡ് മിഡ് ഫ്രീക്വൻസി അനാലിസിസ്. അപ്പോൾ അതിനകത്ത് V5, R5 ഉണ്ട്, GMV5. GM ഈസ് ദ ട്രാൻസ് കണ്ടക്ടൻസ്. R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈ റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു പർട്ടിക്കുലർ കറണ്ട് കഴിഞ്ഞാൽ IB ഇൻക്രീസ് ചെയ്യത്തില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് RO റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? ഈ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടല്ലോ, ഇപ്പം ഈ ഒരു ട്രാൻസിസ്റ്റർ, അതിന് നമ്മൾ ഈ ഹൈബ്രിഡ് മോഡൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അവർ സ്റ്റെപ്പ് 3. റീപ്ലേസ് ട്രാൻസിസ്റ്റർ by
equivalent hybrid pi model ഫോർ സ്മോൾ ആൻഡ് മിഡ് ഫ്രീക്വൻസി അനാലിസിസ്. ഇങ്ങനത്തുള്ള അനാലിസിസ് എല്ലാം സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ ജനറൽ സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അതുപോലെ സ്റ്റെപ്സിന് മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പം നീറ്റായിട്ട് ഈ ഡയഗ്രാംസ് ഒക്കെ ഡ്രോ ചെയ്യണം. ഇനി നമ്മളിവിടെ ഈ BJTക്ക് പകരമാണല്ലോ നമ്മൾ ഈ ഒരു മോഡൽ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ ആ മോഡൽ ആദ്യം അങ്ങ് വരയ്ക്കുക. ഓക്കെ, ആദ്യം മോഡൽ വരയ്ക്കുക. എന്തൊക്കെയാണ് ഇവിടെ ഒരു R5. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്നുണ്ട് ഒരു GM V5 ഉണ്ട്. ഇവിടെ ഒരു RO റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ V5 ആണ് ഇൻപുട്ട് വോൾട്ടേജ്. ഇത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. ദാറ്റ് ഈസ് എമിറ്റർ, ദിസ് ഈസ് ബേസ്, ദിസ് ഈസ് കളക്ടർ. ഈ BJT ഉണ്ടല്ലോ, ഈ 3 ടെർമിനൽസിന് പകരം നമ്മൾ ഈ കറസ്പോണ്ടിങ് ഹൈബ്രിഡ് പൈ മോഡൽ ഡ്രോ ചെയ്തു. ഇനി നോക്കുക, ഈ ബേസ് ഇതാണ് നമ്മളുടെ ബേസ് ടെർമിനൽ എന്ന് പറയുന്നത്. ബേസിലേക്ക് എന്തൊക്കെ കണക്ട് ചെയ്തതെന്ന് നോക്കുക. അപ്പം ബേസിലേക്ക് ഒരു RB റെസിസ്റ്റർ ഉണ്ട്. അതെന്തിലേക്കാണ്? ഗ്രൗണ്ടിലേക്കാണ്. അപ്പം നമ്മളിവിടെ ബേസ് ടെർമിനലിൽ നിന്ന് എന്ത് വരയ്ക്കുക? ഒരു RB വരയ്ക്കുക. RBനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ദിസ് ഈസ് RB. ഇനി എന്തുണ്ട്? ബേസിൽ ഒരു RS ഉണ്ട്. ഓക്കെ, ഒരു RS ഉണ്ട്. നെക്സ്റ്റ് എന്തുണ്ട്? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. VS ഉണ്ട്. അതെന്ത് ചെയ്തിരിക്കുക? ഗ്രൗണ്ട് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മളുടെ ഈ ഇൻപുട്ട് സെക്ഷൻ കഴിഞ്ഞു. അതായത് ഇതിൻ്റെ ഇക്വലൻ്റ് മോഡൽ ഹൈബ്രിഡ് പൈ മോഡൽ വരച്ചു. അതിനുശേഷം ബേസിൽ RB വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, RS VS വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇനി എമിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ എമിറ്റർ ഡയറക്റ്റ് ഗ്രൗണ്ട് ആണ്. അപ്പോൾ എമിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ഇനി കളക്ടർ നോക്കുക. കളക്ടറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതാണ് കളക്ടർ ടെർമിനൽ. അവിടെ എന്തുണ്ട്? ഈ കളക്ടറിലേക്ക് ഒരു RC റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു RC റെസിസ്റ്റർ ഡ്രോ ചെയ്യണം. അത് ഗ്രൗണ്ടിലേക്ക് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കണക്ട് ചെയ്ത്. ഇതാണ് ഗ്രൗണ്ട് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എന്തുണ്ട്? ഒരു RL ഉണ്ട്. ഓക്കെ, RL എവിടെ നിന്ന് തുടങ്ങുന്ന? കളക്ടറിൽ നിന്ന് തുടങ്ങുന്നു, ഗ്രൗണ്ട് ചെയ്യുന്നു. ദിസ് ഈസ് RL. അപ്പോൾ ഇതാണ് നമ്മളെ സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ. അപ്പം നമ്മളിപ്പം തേർഡ് സ്റ്റെപ്പിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിന് ഈ ഒരു മോഡൽ ആദ്യം വരച്ചു. അതിനകത്ത് വരുന്ന ബേസിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? RB, RS, VS അത് ഡ്രോ ചെയ്തു. അതിനുശേഷം എമിറ്റർ ഗ്രൗണ്ട് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? കളക്ടറിൽ ഉള്ള എലമെൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് കളക്ടറിൽ വരുന്ന? ഒരു RC ഉണ്ട്, അത് വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് മാർക്ക് ചെയ്തു. RL ഉണ്ട്, വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വലൻ്റ് ഹൈബ്രിഡ് പൈ മോഡൽ. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അനാലിസിസ് ചെയ്യേണ്ടത്. അനാലിസിസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. ഈ സ്മോൾ സിഗ്നൽ മോഡലിന് അനാലിസിസിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 4 എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഇൻപുട്ട് ഇംപിഡൻസ്. അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് denoted by RO, voltage gain A, B and current gain AI. ഇത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിനോട്ടഡ് ബൈ RI എന്ന് പറയുന്നത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ട് വരച്ച് അതിൽ ഈ സോഴ്സ് റെസിസ്റ്റൻസ് ഒഴിവാക്കിയിട്ട് ഈ ഒരു പാർട്ടിൽ കൂടെ അല്ലെങ്കിൽ ഈ RB കൂടെ നോക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടു ഫൈൻഡ് ഇൻപുട്ട് റെസിസ്റ്റൻസ് അവോയ്ഡ് സോഴ്സ് റെസിസ്റ്റൻസ് ആൻഡ് കൺസിഡർ ദ റിമൈനിങ് റെസിസ്റ്റൻസ് അറ്റ് ദ ഇൻപുട്ട് സൈഡ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ സോഴ്സ് റെസിസ്റ്റൻസ് അവോയ്ഡ് ചെയ്തിട്ട് ഇൻപുട്ട് സൈഡ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്, ഇത് ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഇൻപുട്ട് സൈഡിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് RI കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സോഴ്സ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കുള്ള റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RBയും RPയും ആണ്. RBയും RPയും എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. സോ RI ഇതിനെ കൂടെ നോക്കുന്നതാണ് RI എന്ന് പറയുന്നത്. RSനെ ഒഴിവാക്കിയിട്ട്
ഇൻപുട്ട് സൈഡിൽ കൂടെ ഉള്ള റെസിസ്റ്റൻസ് ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് എഫക്റ്റീവ് വരുന്ന റെസിസ്റ്റൻസ് ആർ ബി പാരലൽ ആർ പൈ ആണ്. ഓൾറെഡി നമുക്കറിയാം ആർ ബി എന്ന് വെച്ചാൽ എന്തായിരുന്നു, R1 പാരലൽ R2 ആയിരുന്നു. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൽ ഈ വോൾട്ടേജ് ഡിവൈഡർ ബൈസിനകത്ത് നമ്മളുടെ ഇക്വലന്റ് തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് വരുന്ന റെസിസ്റ്റൻസ് ആണ് ആർ ബി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് R1 പാരലൽ R2. അപ്പോൾ നമ്മൾ അനാലിസിസിൽ ഫസ്റ്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്തു. ആർ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ബി പാരലൽ ആർ പൈ ആണ്. ഓക്കെ, ഈസിയാണ്. നമ്മൾ സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിനോട്ടഡ് ബൈ ആർ ഒ ആണ്. അപ്പോൾ ഇതിനകത്ത് ആർ ഒ എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പാർട്ടിൽ കൂടെ നോക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് സൈഡിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ നെയിം പറയുന്ന പോലെ തന്നെ. പക്ഷേ ഇവിടെ ആറിനെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ നോക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ആർ ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു കണ്ടീഷൻസ് എടുക്കും. അതായത് നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഓഫ് എസ് ആണ്. അപ്പോൾ നമ്മൾ വി ഓഫ് എസ് എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ വി ഓഫ് എസ് എന്ന് പറയുന്നത് 0 വരും. ഇപ്പോൾ വി ഓഫ് എസ് വെച്ചാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഈ ഒരു മോഡലിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി പൈ ആണ്. സോ വി എസ് 0 ആകുമ്പോഴത്തേക്ക് വി പൈ എന്താവും, വി പൈ ഈക്വൽ ടു 0, അല്ലെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ ഇത് ഈ ഔട്ട്പുട്ട് സൈഡിലുള്ള ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ്. അപ്പോൾ ഈ വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്യും. ഈ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ വി പൈ 0 ആക്കുകയാണെങ്കിൽ ഇൻഎഫക്റ്റീവ് എന്ത് വരും, ഈ വി പൈ 0 ആവും. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ 0 ആവും. ഓക്കെ, അപ്പം ജി എം വി പൈയും 0 ആവും. അപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് 0 ആയിട്ട് എടുക്കും. അപ്പോൾ ഈ ഇൻപുട്ട് വോൾട്ടേജ് പാരലായിട്ടാണ് നമ്മൾ ഈ മോഡലിൽ വി പൈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി പൈ എന്തായിട്ട് വരും, 0 ആയിട്ട് വരും. ഈ വി പൈ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ്. അപ്പം ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ് ഈ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വി പൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ജി എം വി പൈ വിൽ ബിക്കം 0 എന്ന് വരും. അപ്പോഴത്തേക്ക് ഈ ഒരു ടേമും ഇല്ലാതാവും. അപ്പം ഇതിനെ കൂടെ നോക്കുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെച്ചാൽ എന്തൊക്കെ വരത്തുള്ളൂ, ആർ സിയും ആർ ഒയും വരത്തുള്ളൂ. അത് രണ്ടും എന്താണ്, പാരലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആർ ഒ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെരി ഗുഡ് ആർ സി പാരലൽ ആർ ഒ എന്ന് എഴുതാം. ഇതാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യും, ഇതങ്ങ് 0 ആയി പോകും. പിന്നെ ഈ പോർഷനിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് നോക്കുന്നത്. അപ്പം രണ്ട് റെസിസ്റ്റൻസേ ഉള്ളൂ, ആർ സിയും ആർ ഒയും. അത് രണ്ടും എന്താണ്, പാരലൽ കോമ്പിനേഷനിലാണ്. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ആർ സി പാരലൽ ആർ ഒ എന്ന് കിട്ടും, ആർ സി പാരലൽ ആർ ഒ. അപ്പം നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി തേർഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്, വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബി കൊണ്ടാണ് വോൾട്ടേജ് ഗെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം എ വി വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. നമ്മൾ വോൾട്ടേജിന് നോർമലി ഔട്ട്പുട്ട് വോൾട്ടേജിന് വി ഒ കൊണ്ടും ഇൻപുട്ട് വോൾട്ടേജിനെ വി ഐ കൊണ്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ എ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ ആണ്, വോൾട്ടേജ് ഗെയിൻ ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് കിട്ടും. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വോൾട്ടേജ് ഗെയിൻ. സോ നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഒ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, വോൾട്ടേജ് എന്ന് വെച്ചാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇവിടെ വി ഒ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് കറണ്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് എന്നുള്ളത് എന്താണ്, ജി എം വി പൈ ആണ് കറണ്ട് സോഴ്സ് എന്നുള്ളത്. സോ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് വരുന്ന കറണ്ട് സോഴ്സ് ആണ് ജി എം വി പൈ. ഓക്കെ, ദിസ് ഈസ് ദ കറണ്ട്. ഇത് ഇതിനകത്തൊരു കാര്യം ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 2 പോർട്ട് നെറ്റ്വർക്ക് നമ്മൾ നെറ്റ്വർക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇൻപുട്ട് പെയർ ഓഫ് പോർട്സ് കാണും, ഇതുപോലെ ഔട്ട്പുട്ട് പെയർ ഓഫ് ടെർമിനൽസ് കാണും,
ഇൻപുട്ട് വോൾട്ടേജ് V1, ഔട്ട്പുട്ട് വോൾട്ടേജ് V2, ഇൻപുട്ട് കറണ്ട് I1 പോർട്ട് 1 കൂടെ I2 എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് എടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെയും ഡയറക്ഷൻ എന്താ വരുന്നത്, ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പം ഈ ഒരു റീസൺ കാരണം നമ്മൾ ഇതിൻ്റെ വാല്യൂ നോർമലി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എടുക്കുന്നത്. അപ്പം ഇത് ഓപ്പോസിറ്റ് രീതിയിലാണ്. അപ്പം ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഫോമിലാണ് ഡയറക്ഷൻ വരുന്നത്. സോ വേർ ഈസ് എ നെഗറ്റീവ് ആൻഡ് വാല്യൂ GM V എന്ന് വരും. ഇപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ -GM V ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വരുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ടിൽ വരുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? ഔട്ട്പുട്ടിൽ വരുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെരി ഗുഡ്, R0 പാരലൽ RC പാരലൽ RL എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? VO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് കറണ്ട് GM V നെഗറ്റീവ് വാല്യൂ വരും ഇൻറ്റു ഔട്ട്പുട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് R0 പാരലൽ RC പാരലൽ RL എന്ന് വരും. ഇനി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? AV ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി VI ഫൈൻഡ് ഔട്ട് ചെയ്യണം. VI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈബ്രിഡ് പൈ മോഡലിൽ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? V ആയിട്ടാണ് അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് വോൾട്ടേജ് ഗെയിൻ AV ഈക്വൽ ടു VO. VOയുടെ വാല്യൂ എന്തായിരുന്നു? -GM V ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 പാരലൽ RC പാരലൽ RL ഹോൾ ഡിവൈഡഡ് ബൈ VIൻ്റെ വാല്യൂ V ആണ്. സോ V എന്ന് വരും. ഇവിടെ V യും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം AV എന്ന് വെച്ച് കഴിഞ്ഞാൽ -GM ഇൻറ്റു R0 പാരലൽ RC പാരലൽ RL എന്ന് വരും. ഇതാണ് ഈ വോൾട്ടേജ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. -GM ഇൻറ്റു R0 പാരലൽ RC പാരലൽ RL എന്ന് വരും. ഈ വോൾട്ടേജ് ഗെയിന് നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഒക്കെ കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് ഈ സോഴ്സ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഈ വോൾട്ടേജ് ഗെയിന് കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ് കൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ് ഈ ഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോഴേ നമ്മളിവിടെ RS എടുത്തിട്ടുണ്ട്. RSും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിൽ ഇൻപുട്ട് സൈഡിലെ വോൾട്ടേജ് നമ്മൾ VI ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. VI ഈക്വൽ ടു നമുക്കിവിടെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്യാം. വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്യാം. അപ്പോഴത്തേക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് VI ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ്, ഇൻപുട്ട് സൈഡിലെ ടോട്ടൽ വോൾട്ടേജ് VS ആണ് ഇൻറ്റു ഇതിലേക്കൂടെ അതായത് നമ്മൾ ഈ RI കൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അനുസരിച്ചിട്ട് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു RI ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് RS പ്ലസ് RI എന്ന് വരും. ഓക്കെ, ഇവിടെ സെക്കൻഡ് കേസിൽ വോൾട്ടേജ് ഗെയിനിനകത്ത് RSും കൂടെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ RI, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് VI ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. വോൾട്ടേജ് ഡിവൈഡർ റൂൾ അനുസരിച്ചിട്ട് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു RI കൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ RI ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് RS പ്ലസ് RI എന്ന് വരും. ഇതിൽ നമുക്ക് VI ബൈ ഈ VS ഇങ്ങനെ കൊണ്ടുപോവാണ്. VI ബൈ VS ഈക്വൽ ടു എന്ത് വരും? RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS എന്ന് കിട്ടും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വോൾട്ടേജ് ഗെയിൻ കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ AVS കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഈ AV എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം ഈ ഒരു കേസിൽ AVS ആണ് വോൾട്ടേജ് ഗെയിൻ ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് AVS മീൻസ് എന്താണ്? കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം സോഴ്സ് റെസിസ്റ്റൻസിനൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ജനറലി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? ഔട്ട്പുട്ട് ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VS ആണ്. ഓക്കെ, നേരത്തെയുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ നേരത്തെ വോൾട്ടേജ് ഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ V ആണ് എടുത്തത്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സ് റെസിസ്റ്റൻസ് കൂടെ അല്ലെങ്കിൽ സോഴ്സ് വോൾട്ടേജ് കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഓവറോൾ ഗെയിൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ AVS കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് VOS. നേരത്തെ ഇവിടെ V എടുത്തത്,
here VO plus എടുക്കുന്നത്, since it is considering the source resistance also. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് VO ഡിവൈഡ് ബൈ VI ഇൻറ്റു VI ഡിവൈഡ് ബൈ VS എന്ന് എഴുതാം. ജനറൽ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേമിൽ നമ്മൾ VI ഡിനോമിനേറ്ററിൽ ടേം ഡിവൈഡ് ചെയ്തു, അതുപോലെ സെയിം ടേം ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ ഇതൊരു ജനറൽ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? VO ബൈ VI ഇൻറ്റു VI ബൈ VS എന്ന് എഴുതി. അപ്പം ദാറ്റ് ഈസ് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. അപ്പോൾ AVS എന്ന് പറയുമ്പോഴത്തേക്ക് VO ബൈ VI, ഈ VO ബൈ VI നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. എന്താണ് നമ്മളുടെ വോൾട്ടേജ് ഗെയിൻ AV ആണ്. AVS is equal to VO by VS, VO by VI ഇൻറ്റു VI ബൈ VS ആണ്. VO ബൈ VI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ VO ബൈ VI സെയിം ആസ് V പൈ എന്നെടുത്ത്. ഓക്കെ, അപ്പോൾ അതെന്താണ് നമ്മളുടെ AV ആണ് വോൾട്ടേജ് ഗെയിൻ. AV ഇൻറ്റു എന്ത് വരും? VI ബൈ VS എന്താ ഫൈൻഡ് ഔട്ട് ചെയ്തത്? RS ഡിവൈഡ് ബൈ RS പ്ലസ് RI. അപ്പോൾ VI ബൈ VS എന്ന് വെച്ച് കഴിഞ്ഞാൽ RI ഡിവൈഡ് ബൈ RI പ്ലസ് RS എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പം വോൾട്ടേജ് ഗെയിൻ വരുമ്പോഴത്തേക്ക് വിത്തൗട്ട് കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസും വിത്ത് കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസും ഉണ്ട്. വിത്തൗട്ട് കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് V പൈ അങ്ങ് എടുത്തുള്ളൂ. V പൈ ക്യാൻസൽ ചെയ്ത് അത് AV കിട്ടും. ഇനി കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂളിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് AVS ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനെ ഇങ്ങനൊരു ഫോമിലേക്ക് എഴുതും. എന്നിട്ട് VO ബൈ VI എന്ന് വെച്ചാൽ AV ആണ്, ഇൻറ്റു VI ബൈ VS എന്ന് വെച്ച് കഴിഞ്ഞാൽ RI ഡിവൈഡ് ബൈ RI പ്ലസ് RS ആണ്. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് നാലാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് ഗെയിൻ ആണ്. കറണ്ട് ഗെയിൻ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AI കൊണ്ടാണ്. കറണ്ട് ഗെയിൻ വളരെ ഈസിയാണ്. കറണ്ട് ഗെയിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് AI ഈക്വൽ ടു ഗെയിൻ ആണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും. കറണ്ട് ഗെയിൻ ആയതുകൊണ്ട് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആയിരിക്കും. ഔട്ട്പുട്ട് കറണ്ട് IO ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് II ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം I ഈക്വൽ ടു എന്താണ്? V ബൈ R ആണ്. അപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് IO എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ V കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RL ആണ്. ഓക്കെ, അപ്പോഴത്തേക്ക് IOയുടെ എക്സ്പ്രഷൻ എന്ത് വരും? VO ഡിവൈഡ് ബൈ RL എന്ന് കിട്ടും. ഇനി സിമിലർലി II ഇൻപുട്ട് കറണ്ട് II എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഇൻപുട്ട് റെസിസ്റ്റൻസ് ബൈ II എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് VI ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് RI എന്ന് വരും. ഓക്കെ, അപ്പം II ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് RI എന്ന് വരും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പം IO എന്ന് വെച്ച് കഴിഞ്ഞാൽ VO ബൈ RL ഡിവൈഡഡ് ബൈ II എന്ന് പറയുന്നത് VI ബൈ RI വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു VO ബൈ VI ഇൻറ്റു RI ബൈ RL എന്ന് വരും. ഈ VO ബൈ VI എന്ന് വെച്ചാൽ നമുക്ക് എന്താ അറിയാം? വോൾട്ടേജ് ഗെയിൻ ആണ്. ഓക്കെ, AV ആണ്. അപ്പം ഫൈനലി എൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഗെയിൻ ഈക്വൽ ടു AV ഇൻറ്റു എന്ത് വരും? RI ഡിവൈഡ് ബൈ RL എന്ന് പറയും. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്മാൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ ലോ ആൻഡ് മിഡ് ഫ്രീക്വൻസി അനാലിസിസ് വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ. അതിൽ സ്റ്റെപ്പിൽ ആദ്യമേ RC കപ്പിൾഡ് ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ ഡ്രോ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ എൻ്റെ AC ഇക്വലന്റ് സർക്യൂട്ട് ഡ്രോ ചെയ്യുക. തേർഡ് ആ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 4 പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് വരുമ്പോഴത്തേക്ക് വിത്തൗട്ട് കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ്, വിത്ത് കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസും ഫൈൻഡ് ഔട്ട് ചെയ്തു. ലാസ്റ്റ് കറണ്ട് ഗെയിൻ എളുപ്പമാണ്. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എക്സ്പ്രഷൻ എഴുതുക, ഇൻപുട്ട് കറണ്ട് എക്സ്പ്രഷൻ എഴുതുക, അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് VO ബൈ VI എന്ന് വരും. അത് AV ആണ്, ഇൻറ്റു RI ബൈ RL എന്ന് വരും. ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലം ആണ് നെക്സ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം വിത്തൗട്ട് കൺസിഡറിങ് ബൈപ്പാസ് കപ്പാസിറ്റർ, RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ ബൈപ്പാസ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാത്ത അനാലിസിസ് ആണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്.
അനലോഗ് സർക്യൂട്ട്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് കുറേ വീഡിയോസ് അപ്ലോഡാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.